எங்கே எல்லாமே எங்கே? ഹായ് വാസു, ഹായ് ഹായ്. എന്താച്ച് എങ്ങനെ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് പോസ്റ്റ്. എന്റെ ചാനൽ എടുത്തിട്ടേ അതിൽ പോസ്റ്റ് നോക്കുക, അതില് കാണാം, പോസ്റ്റില് കാണാം ലിങ്ക് youtube.com ക്രിയേറ്റ് ലൈവ് ജോയിൻ എന്ന് പറഞ്ഞിട്ട്. അതെ ഇറ്റ്സ് മീ വന്നു ഫസ്റ്റ്. ആഡ് ചെയ്യട്ടെ, എന്നിട്ട് സൗമ്യ ചേച്ചിനെ ആഡ് ചെയ്യാം. ഓക്കെ കുട്ടൻ ചേട്ടാ, ടുഗദർ നിങ്ങൾ റെഡി ആയിട്ടിരിക്കോ? ഇറ്റ്സ് മീ ഇവിടെ. ഹായ് ഇറ്റ്സ് മീ, ഹായ്, നൈസ് ടു മീറ്റ് യു. ആദ്യമായിട്ട് കാണണേ. ആ സത്യം ഇല്ല. മൃദുവിന്റെ ലൈവിൽ നീ കേറിണ്ടായിരുന്നോ? അതെയോ? ഞാൻ കണ്ടില്ല. ഞാൻ ഒന്നാമത്തെ അന്ന് എന്റെ വീട്ടിലാണ്ടായിരുന്നേ. മോന് ഫുഡ് കൊടുക്കണതിന്റെ എന്തോ തിരക്കിന്റെ ഇടയിലായിരുന്നു കണ്ടത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഹായ്. ഡേറ്റ്സ് മീനെ കാണൂ. വാസു, സൗമ്യ ചേച്ചി അടുത്തത് കേൾക്കോളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ആ പോസ്റ്റിൽ പോയിട്ട് ലിങ്ക് ഉണ്ടാവും. ഞാനിപ്പോ ഇറങ്ങും. എന്താന്ന് വെച്ചാ എനിക്കിവിടെ വർക്കില പണിത്തിരക്കുണ്ട്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു നല്ല എന്താ പറയാ, ഭയങ്കര അടക്കും അച്ചടക്കമുള്ള കുട്ടീനെ പോലെ തോന്നണത്. പക്ഷെ നിന്റെ ടൈപ്പിംഗ് അങ്ങനെയൊന്നല്ലല്ലോ. ഓ മൈ ഗോഡ്, കാണുന്നതും ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. എന്തൊരു മീൻസ് തറവാട്ടിൽ പിറന്ന, അല്ലെങ്കിൽ എന്താ പറയാ, നല്ല അടക്കവും അച്ചടക്കമുള്ള ഒരു കുട്ടീനെ പോലെ. ഭയങ്കര അയ്യോ ഞാൻ പാവം എന്ന് പറഞ്ഞിരിക്കില്ലേ, ആ ഒരു ടൈപ്പാണ് തോന്നുന്നത്. കണ്ട അങ്ങനെ തോന്നും, പക്ഷെ ആളെങ്ങനെയല്ല, ഭയങ്കരനാ. എന്റെ ഗർജനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? വാസു ചേട്ടാ ഹായ്. സൗമ്യ ചേച്ചി എങ്ങനെ? രാധ ചേച്ചി ഹായ്. അഞ്ജു, ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ടുഗദർ ഇട്ടതാണ്. അതിൽ ഫസ്റ്റ് ദേ ഇവനാണ് കേറിയത്. ഇറ്റ്സ് മീ. മിന്നിച്ചേക്കണേ ഭഗവാനെ. ഉദ്ഘാടനം. സൗണ്ട് ഇല്ലേ? സൗണ്ട് ഉണ്ടല്ലോ. സൗമ്യ ചേച്ചി പറ. കുട്ടൻ ചേട്ടാ. സൗണ്ട് ഉണ്ടായിരുന്നില്ല. അതെയോ? ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കായിരുന്നു. വന്നു എന്ന് പറയുന്നുണ്ട്. അഞ്ജു എന്ന് വിളിക്കുന്നുണ്ട്. വാസു ഞാൻ ആണ് ഇന്നലെ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. വാസു മതി പോയേന്ന് പറയുന്നുണ്ട്. സൗമ്യ ചേച്ചി വ്ളോഗ് ചെയ്യാൻ ഏത് ഫോണാണ് നല്ലത്? പെട്ടെന്ന് ആള് ജോലിയിലാണത്ര, അതുകൊണ്ട് ആള് ഫസ്റ്റ് കയറിയത്. ഇടയ്ക്ക് വെച്ചിട്ട് ഇനി കയറാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടല്ലേ. ഇറ്റ്സ് മീ. അവൻ ജോലിയുടെ ഇടയിലല്ലേ, അതാണ്. നിങ്ങളൊക്കെ പിന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ, പ്രശ്നമില്ല. അങ്ങനെ ഓക്കെ. നമുക്ക് ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഓ അങ്ങനെയുണ്ടോ? ശരി 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 ശരി, ഓക്കേടാ. അതാണ് ഞാൻ കട്ട് ചെയ്തത്. ഞാൻ കണ്ടില്ല അന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ ആ കേറി വന്ന ടൈമിൽ തന്നെ ഞാൻ വന്നിക്കണത്. അത് കാരണം നിന്നെ ഞാൻ ആദ്യമായിട്ടാ കാണണം. നിന്നെ എന്നല്ല, ഞാൻ എല്ലാരും ഇപ്പൊ ഇതിൽ ആദ്യമായിട്ടാ കാണാൻ പോണത്. സൗമ്യ ചേച്ചിയൊക്കെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓക്കെ. നോക്കാറില്ല, സത്യം പറയല്ലോ. അത് ടൈം കിട്ടാത്തോണ്ട് ഞാൻ കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ലാന്ന്. ഓക്കെ സെറ്റ്. വരുന്നവർക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ എന്താണെങ്കിലും. ഓക്കെ ഫുഡ് കഴിച്ചില്ലേ? അങ്ങനെ ആവട്ടെ, സെറ്റ്. അപ്പൊ സൗമ്യ ചേച്ചി പാലക്കാട് നിന്നൊക്കെ വരും, എല്ലാവർക്കും കൂടെ കാണാം. ഓക്കെ ബൈ ബൈ ബൈ. സി യു. ജാക്സൺ വ്ലോഗ് ചെയ്യാൻ. എടാ ഞാൻ ചെയ്യുന്നത് വിവോ ഫോണിലാണ്. GT ഗെയിമർ ഹായ് പോന്ന് പറയുന്നുണ്ട്. സൗമ്യ ചേച്ചി കേറൂ. സൗമ്യ ചേച്ചി. ശരൺ ഇതെന്താ ചോദിക്കുന്നുണ്ട്. ഇതാരാ? സൗമ്യ ചേച്ചി അല്ലേ? ഓ സൗമ്യ ചേച്ചി ഇങ്ങനെ റെഡി ആയിട്ട് നിക്കാണ്. ഞാനൊന്ന് ഇങ്ങോട്ട് കേറി വരട്ടേന്ന്. കുട്ടൻ ചേട്ടാ നിക്കൂട്ടോ, നിങ്ങൾ കേറി വരണേ. ഹായ്. എന്താണ് സൗമ്യ ചേച്ചി ഇത്ര ചിരി?
കാണാണ്ട് നിങ്ങളെ കാണാനുണ്ട്. എന്നെ പിന്നെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെന്നെ ഫോട്ടോ അല്ലാതെ നേരിട്ട് ഇങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. മൃദു വന്നിട്ടില്ല. മൃദു എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞു പോയിരിക്കാ. ശരി. കുട്ടേട്ടാ, വാസു, എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. വാസു വാസു എവിടെ വേറെന്തെങ്കിലും പരിപാടിയിലാണോ? മട്ടൻ കിട്ടിയില്ലെന്നോ? ഒരു പരിപാടി ഇല്ല, ഇതിനു വേണ്ടി കൊടുത്തതാണ്. എനിക്ക് വയ്യ എന്റെ ദൈവമേ. അതാണ് ആത്മാർത്ഥത. വേറെ ആർക്ക് കിട്ടില്ല ആത്മാർത്ഥത? ശരി ശരി ശരി. നിങ്ങൾ പിന്നെ ഒരു മേക്കപ്പ് ചെയ്തിട്ടില്ല കേട്ടാ, സിമ്പിൾ ആണ്, പൗഡർ പോലും ഇട്ടിട്ടില്ല. എന്റെ നാച്ചുറൽ ലുക്ക് ഇങ്ങനെയാണ് മക്കളെ, അതല്ലേ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ ജനിച്ചപ്പോഴും ഇങ്ങനെയായിരുന്നു. കണ്ടില്ല പറയണ്ട, കണ്ടോ കണ്ടോ. സൗമ്യ ചേച്ചിനെ കണ്ടില്ല എന്നാ ഇനി ആരും പരാതി പറഞ്ഞിട്ട് ഈ വഴി വരരുത് എന്നാണ് ആൾ ഉദ്ദേശിച്ചത്. കുട്ടൻ ചേട്ടാ ഹായ് ഹായ്. പിണക്കൊക്കെ മാറ്റിക്കോളൂ. ഇനി വെറുതെ പിണങ്ങിയിരിക്കണ്ടായിരുന്നു. ഒരു പാട്ട് തരാം. പാടുങ്കോ. നിങ്ങൾക്ക് തമിഴ് പാട്ടൊക്കെ നന്നായിട്ട് അറിയാലോ, പാടും. മൈക്ക് എവിടെ? മൈക്ക് ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള പരിപാടി. കുട്ടൻചേട്ടൻ കേട്ടാ മതി, ഞാൻ കേക്കണ്ട. നിങ്ങക്ക് പാട്ട് പാടുന്ന് പറയാം. പാടും. മൈക്കുമായിട്ടാ വന്നിരിക്കുന്ന കുട്ടൻചേട്ടാ നിങ്ങക്ക് വേണ്ടിട്ട്. അല്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടിയോ? എല്ലാവർക്കും വേണ്ടിട്ട്. ആള് ഇറങ്ങി ഓടിയിട്ടുണ്ടാവും. പാട്ടെന്ന് കേട്ടപ്പോഴേ ആള് സ്ഥലം വിട്ടിട്ടുണ്ടാവും ചിലപ്പോ. ജോസഫ്, ഇത് സൗമ്യ ചേച്ചി കേട്ടോ. ആരാ ഇത് ചോദിക്കുന്നുണ്ട്. ഇത് ടുഗദർ ഇട്ടതാ ഇന്ന്. ഇത് സൗമ്യ ചേച്ചി. നേരത്തെ വന്നത് ഇറ്റ്സ് മീ. നമ്മുടെ ലൈവില് സ്ഥിരമായിട്ട് വരുന്നവരാണ്. പറയൂ. പാടട്ടെ. കുട്ടി ഹായ് യദു. ഹായ് ഹലോ. അമ്മ പറഞ്ഞിട്ട് അറിയാം. സുഖമായിട്ടിരിക്കണോ? സുഖം. ഓക്കെ, പാടിക്കോളൂ. நானும் தவம் இருந்து நானும் கேட்கும் வரம் கூட காலம் மாறாதா, மாமன் காது கீராதா, உன்னை உள்ளம் நாடி போய் கண்ணீர் ഇഷ്ടപ്പെട്ട ആസുവച്ച ഒരു സ്വരം തൊഴിച്ച് ഒരു കാറ്റും നടിച്ച് പാടി വരും തുകരെ അതും ഏതോ അത്രയുള്ളൂ. നല്ല പാട്ട്. ആള് കണ്ടോ? ആ ഡെഡിക്കേഷൻ നിങ്ങൾ കണ്ടോ? ആ മൈക്ക് എടുത്തിട്ട് വന്നിട്ട് ഞാനൊക്കെ പാടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാടുന്നേ. നെക്സ്റ്റ് ഒരു മലയാളം പാട്ട്. മലയാളത്തിൽ ഏതെങ്കിലും പാടും. മലയാളികളെ നിങ്ങൾ മറ്റേ നിരാശപ്പെടുത്തരുത്. നിങ്ങൾ തമിഴാളികൾക്ക് വേണ്ടി മാത്രം പാട്ട് പാടരുത്. അങ്ങനെയല്ല, മലയാളത്തിൽ ഇപ്പൊ അയ്യോ, സൗമ്യ ചേച്ചിയുടെ പൂച്ചയും വന്നു ലൈവില്. ഹായ് പൂച്ച. ഹായ് ഹലോ. കുട്ടികളുണ്ട്. ഓ മൈ ഗോഡ്, 2 പൂച്ച? രണ്ടല്ല, കൊറേ ഉണ്ടോ? പൂച്ച ഫാമിലി.
വേറെ പാടൂ. കുട്ടൻ ചേട്ടൻ അന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞു മൃദുവിനോട്, ഓർമ്മയില്ല? എനിക്ക് ഒരു ഓർമ്മയില്ല. നിങ്ങൾ കുട്ടച്ചേട്ടൻ കുട്ടച്ചേട്ടൻ വിളിക്കാതെ ഞങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ട് പാട്. വന്നപ്പോ തുടങ്ങിയത്. സോറി അല്ല മറ്റേ ഇത് പഠിക്കോളൂ, ഹരിമുരളീരവം. ഹരിമുരളീരവം വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞത്. ഏതേലും പാടൂ, ഏതേലും മലയാളം ഏതേലും പാട്ട് പാടും. എനിക്ക് തമിഴ് ഒന്നും മനസ്സിലായില്ല, എനിക്ക് തമിഴ് അറിയില്ല. മലയാളത്തിലും മിന്നൽവള പാടാല്ലേ? മിന്നൽവള പഠിക്കോളൂ. കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കാറുള്ളതാ, എനിക്കറിയില്ല, അത് പഠിക്കോളൂ. കണ്ടിട്ട് കണ്ടിട്ടും പോരാതായി ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം മതി മതി മതി, സെറ്റ്. കുഴപ്പമില്ല, മതി, ധാരാളം. ഞാൻ നോക്കിയിട്ടാ പാടാറല്ല പാട്ട്, എനിക്ക് ഇങ്ങനെ കാണാതൊന്നും അറിയില്ല. എന്നാലും ചേച്ചി കാണാതെ അത്ര പാടിയില്ലേ, ഗ്രേറ്റ്, വേറെ ലെവൽ. ഒരു പാട്ടും കൂടി പാടാറുണ്ട്, ഞാൻ വിട്ടുപോയി. കിട്ടിട്ടാ പാടൂ, മതി, പാടൂ, സമയമുണ്ടല്ലോ. നല്ല പാട്ടാ. എവിടെ അയാള്? എന്റെ പൊന്നു ചേച്ചി, ഇവിടെ അയാളല്ല, ഞങ്ങൾക്ക് വേണ്ടി പാടൂ. അതെ, ആ പാട്ടാണ് അന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ മൈക്കില്ലാതൊരു പാട്ട് പാടൂ, പറഞ്ഞ മാതിരി. മൈക്കില്ലാതെ പാടിയിട്ട് ഒന്നും കൊള്ളില്ല. അത് സാരില്ല, ഉള്ള കൊള്ളല് മതി, മൈക്കില്ലാതെ പാടും. ഹായ് ശിവകുട്ടി. ഹായ് പറയൂ. ഹായ്. എന്റെ തലയുണ്ട് ഇവിടെ യൂട്യൂബ്, ഇവന്റെ മാത്രല്ല ഉള്ളത്. ഈശ്വര ബ്ലോക്ക് ആക്കല്ലേ, മാറി നിൽക്ക് ശിവു. പാടിക്കോളൂ. ചിന്ന ചിന്ന വന്നക്കുയിൽ കൊഞ്ചി കൊഞ്ചി കൂതമ്മ, പുരിയാത ആനന്ദം പുരിയാത ആരംഭം, പുരിയാത ആരംഭം. ചിന്ന ചിന്ന വന്നക്കുയിൽ കൊഞ്ചി കൊഞ്ചി കൂതമ്മ, മന്നവൻ നേരി சொல்லி மல்லிகை மாலை சூடி മാലൈ സൂടി ടുഗദർ ലൈവ് ഇനി ഞാനേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ നോക്കട്ടെ, അതിലൊക്കെ വന്നു
എല്ലാരും വന്നു. സൗമ്യ ചേച്ചിനെ കണ്ടിട്ട് വരാത്തവര് വരെ വന്നു എന്ന് പറഞ്ഞ മാതിരി. മറ്റേ ഞാൻ 12 മണി വരെ ലൈവിൽ ഇവരൊന്നും വന്നിട്ടില്ല കേട്ടോ. ഷാജി ചേച്ചിനെ നീ പരിസരത്ത് പിന്നെ ആള് വയ്യ. ശിവു ഒരു മിനിറ്റ് ഇതിനൊന്ന് ഡീൽ ചെയ്യട്ടെ. ശിവു അങ്ങോട്ട് പോയിരിക്കും. ആർക്ക് പോകാൻ നിൽക്കുന്ന മൃദു. മൃദു ഹായ്. കുഞ്ഞൊന്നുമല്ല ഇത്. മുത്ത് വന്നില്ല. മുത്ത് വന്നു ഫസ്റ്റ് വന്നു. മുത്ത് ഫസ്റ്റ് വന്നു. പ്രകാശ് ആദ്യമായിട്ടല്ലേ എന്റെ ലൈവിൽ വരുന്നത്. എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. ഒരു മിനിറ്റ്. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ലൈവിൽ വരുന്നത്. സോ ടുഗദർ നമുക്ക് ആലോചിക്കാം. ഇനി നമ്മൾ ടുഗദർ ആയിട്ട് വരും. ഓക്കെ. കുട്ടൻചേട്ടൻ വരുമോ? കുട്ടൻചേട്ടൻ നാട് വിട്ടു എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. കുട്ടൻചേട്ടൻ പോയി വരുമോ? ആരാ വരുന്നേ നെക്സ്റ്റ്? ശരൺ കേറുവോ? ഞാൻ ജീവൻ കൊണ്ട് ഓടിയതാന്ന് പറയുന്നുണ്ട്. മൃദു കേറുണ്ടാ? ഷാജി ചേച്ചി കേറുണ്ടാ? ഷാജി ചേച്ചി പനിയായിട്ട് ആ ഒരു ക്ഷീണത്തിൽ ഇനിയിപ്പോ പണിയിലാണോ? ആരാണ് ഇനി? തിരുമേനിയാണ് രാധിക സിസ്നോ. ഏത് പ്രകാശ തിരുമേനി? ഒരു മിനിറ്റ്. ഏത് ഈ പറയുന്ന ആളോ? കേറട്ടെ എന്ന് ചോദിക്കുന്ന ആളാണോ? എടാ ഒരു മിനിറ്റ് മോനെ. രാധൂസ് പാട്ട് ആൻഡ് മൃദൂസ് ഡാൻസ്. നല്ല കാര്യം. ശരി ഒരു മിനിറ്റ്. നിങ്ങൾ സംസാരിക്കും. ആരാണ് എവിടെ മൃദു? കാണുന്നില്ലേ? താഴത്തെ മൃദു ഉണ്ട്, എല്ലാരും ഉണ്ട്. ഷാജി ചേച്ചി. എങ്ങനെ ഒന്നും പറയില്ല. എന്താ പറഞ്ഞേ? അനെന്തോ പറഞ്ഞു രാധു. ഞാൻ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ജൂലിയുടെ ഞാൻ പോണു. രാധു വേറെ ആരെങ്കിലും കേറട്ടെ? ആരാ കേറുന്നേ പറയൂ. നിക്കൂട്ടോ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ടി വി വെച്ച് കൊടുക്കട്ടെ. അതുവരെ നിങ്ങൾ ആ കമന്റ് ഒന്ന് വായിക്കൂ. നീലി ചേച്ചി പോയി വരുന്ന. നീലി ചേച്ചി. മൃദു ഞാൻ നിന്നെ വീഡിയോ ചെയ്യാൻ പറയുമ്പോഴേക്ക് നിനക്ക് വർക്കല്ലേ? കണ്ടാ നീ എന്നെ? പിന്നെ കളറൊക്കെ എത്രയേ ഉള്ളൂ കേട്ടാ. മേക്കപ്പ് ഒന്നും ചെയ്യാത്താണ് വിചാരിക്കില്ല പിള്ളേര്. പറയേ നീ പറയും. ഫുഡൊക്കെ കഴിച്ചാ? ഫുഡൊക്കെ റെഡിയാ? നീലി ചേച്ചി പാട്ട് പാടണോ നീ മൃദു? ഓ യു ലുക്ക് ഗ്രേറ്റ്. സത്യം. ഞാൻ പുറത്തോട്ട് ഇരിക്കാം. ഓക്കേ കഴിഞ്ഞാക്കുവാണോ? ഭദ്രകാളി ചേച്ചി നിങ്ങൾ കയറുമോ? ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. തിരുമേനി പോയോ ചോദിക്കുന്നുണ്ട്. ആരാ തിരുമേനി എന്ന് പറഞ്ഞ? അയ്യോ എനിക്കറിയില്ല. ആളെന്റെ ലൈവില് ഫസ്റ്റ് ടൈമാ. പാട് ഞങ്ങൾക്ക് വേണ്ടി. തിരുമേനി കമന്റ് ഇട് പറയുന്നുണ്ട്. ഏത് തിരുമേനി അത്? പാട് ഞങ്ങൾക്ക് വേണ്ടിനോ? ഓക്കെ അത് മാറ്റതോ. പ്രകാശ് ഏത് തിരുമേനി? പാലക്കാടൻ ചേട്ടൻ അറിയണ ആളാണോ? ആ ചേച്ചി പഠിക്കോളൂ. ഞാൻ ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തട്ടെ. ഏതാ പാടുന്ന് അറിയണ്ടേ? മൃദു ഒരു പാട്ട് സജസ്റ്റ് ചെയ്യുവോ ചേച്ചിക്ക്? ആരാ പാലക്കാടൻ ചേട്ടാ? അത് നിങ്ങക്ക് അറിയണ ആരെങ്കിലും ആണോ? മൃദു എനിക്ക് മലയാളം ഒന്നും അറിയില്ല കേട്ടോ. തമിഴേ അറിയൂ. എവിടെ മൃദു? മൃദു ഇവിടെ ഉണ്ട്. പാടിക്കോളൂ. അതാണ് സമയത്തൊന്നും വെറുതെ ഞാൻ പറയാൻ പറ്റും. ഏത് പാട്ട്? മൈക്ക് എന്റെയാ സ്വന്തം. വാസു സ്വന്തം ക്യാഷ് എടുത്ത് വാങ്ങി വെച്ചതാ വീട്ടില് പാടാൻ വേണ്ടിട്ട്. പ്രൊഫഷണൽ ഗായികയാണ് വാസു ചേട്ടാ. നിങ്ങൾ അറിഞ്ഞില്ല? രാത്രി 9 മണിക്ക് തുടങ്ങിയ ഒരു 12 മണി വരെ പാടും. പിന്നെ തൊട്ട വീട്ടുകാർക്കൊക്കെ അറിയുന്നത് ആർക്കും വലിയ. നിങ്ങൾ ആർക്കെങ്കിലും എതിരെ കൊട്ടേഷൻ എടുത്തിട്ട് എങ്ങനെയാണോ പാടുന്നത്? അതും ആൾക്കാർ ഉറങ്ങുന്ന സമയത്ത് മൈക്ക് വെച്ച് പാടണമെങ്കിൽ. അല്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നു. ഇഷ്ടമായിട്ട് ചെയ്യാ. അതെ നിങ്ങക്ക് പാടണം തോന്നുമ്പോ ഞാൻ ടുഗദർ ഇടാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് പാടിക്കോളൂ. സെറ്റ്.
രാത്രി ആയിരിക്കും അത് പാടുക. രാത്രി ഹസ്ബൻഡും പാടും കൂടെ. അയ്യോ, രാത്രി ടുഗദർ ഇടല്ലേ കുറച്ച് ടാസ്ക് ആയിരിക്കും. അത് ഹസ് വരുമ്പോ 10 മണിയാവില്ലേ, അപ്പൊ രണ്ടുപേരും കൂടി ഇരുന്ന് പാടും. 12 മണി വരെ പാടും. പിന്നെ മതിയാകുമ്പോ രണ്ടുപേരും ഉറങ്ങും. പാട്ട് പാടും, രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, തുളസി കതർന്നുള്ളി എടുത്ത് പാടാൻ. ഇത് മാറിക്കോ, അമ്മ പാട്ട് പാടാം. മൈക്കില്ലല്ലോ. മൈക്കില്ല, മൈക്ക് വേണോ? മൈക്ക് വേണ്ട, നിങ്ങൾ സാധാ പോലെ പാടും. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി നിന്നെങ്ങും കാത്താം ഞാൻ. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ. മുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. പുല്ലാങ്കുഴൽ ഊതി ഊതി കണ്ണാ കണ്ണാ, പുല്ലാങ്കുഴൽ ഊതി ഊതി പൂവാലും പശുക്കളെ, പുല്ലാങ്കുഴൽ ഊതി ഊതി പൂവാലും പശുക്കളെ, പുല്ലേറെ ഉള്ളിടത്ത് മേയ്ക്കുവാൻ നോക്കുമ്പോൾ, പുല്ലാങ്കുഴൽ ഊതി ഊതി പൂവാലി പശുക്കളെ, പുല്ലേറെ ഉള്ളിടത്ത് മേയ്ക്കുവാൻ നോക്കുമ്പോൾ, കണ്ണാ നീ ആടിയ ലീലകൾ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ, ഒന്നൂടി ആടൂലേ, കണ്ണാ കണ്ണാ കണ്ണാ. ഓക്കെ, സെറ്റ്. പ്രകാശം തിരുമേനി കേറൂ, കുറെ നേരം ആള് അറിയണ ആൾ തന്നെയാണല്ലോ അല്ലെ. ഓക്കെ സൗമ്യ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഈ ലൈവിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ എല്ലാ ടൈമും മാറ്റി വെച്ച് കയറിയതിൽ വളരെ നന്ദി. ശരണിന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ. ഞാൻ വേറെ ലൈവില് പോവാറില്ല, മൃദുവിന്റെ ലൈവും രാജുവിന്റെ ലൈവും മാത്രമേ. ഇപ്പഴാ പ്രിയ ചേച്ചിയുടെ ലൈവില് കുറച്ചൊക്കെ പോയി നോക്കുന്നത്. അത് കുട്ടൻചേട്ടൻ വരുന്നുണ്ടല്ലേ, അതും കൂടെ പറയൂ നിങ്ങൾ. എന്തുകൊണ്ട് അത് പറയുന്നില്ല? ഓക്കെ, സെറ്റ്. താങ്ക് യു. നമുക്കിനി ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടുഗദർ ഇടാം. ഞാൻ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് ഒരു ടുഗദർ ഇടണുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് ഇടണത്. അപ്പൊ നമുക്കിനി എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെക്കാം. ഓക്കെ, അപ്പൊ സൗമ്യ ചേച്ചിയുടെ ഒരുപാട് പാട്ടുകൾ കേൾക്കാം. ഓക്കെ, ബൈ യദു, ബൈ, ടാറ്റാ. എല്ലാവർക്കും ബൈ. താങ്ക് യു. സൗമ്യ ചേച്ചി സൗണ്ട് കേൾക്കാല്ല. കേക്കില്ലേ? ഞാൻ താങ്ക്സ് പറഞ്ഞതിന് എല്ലാവർക്കും. ഓ, സഹനമൊന്നും ഇല്ല. ഇതൊക്കെ ഒരു രസല്ലേ, രാജീന്ന്. എന്തൊരു ഇതുണ്ടല്ലോ അത് പറഞ്ഞ മാതിരിയാ. നന്നായിട്ടുണ്ടായിരുന്നു പാട്ടുകളൊക്കെ. എന്റെ പാട്ട് കേട്ട് വിജൃംഭിച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു പാട്ടൊക്കെ കേൾക്കാൻ പറ്റിയില്ലേ? അതെന്നെ വലിയ കാര്യമാണ്. ഓക്കെ, സെറ്റ്. ബൈ 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 ബൈ. പോയ ഇതില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുമല്ലേ? എന്റെ നീലി ചേച്ചി എവിടെ? നീലി ചേച്ചി, നുജുവും വന്നിട്ടുണ്ടായിരുന്നു. നുജു കേറുന്നുണ്ടോടാ? സുനിൽ ബ്രോ ഹായ്. ഹായ്.